ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടെൻഡർ കോക്കനട്ട് ക്രിസ്റ്റൽ പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ചൈന ഗ്രാസ് ഞാനൊരു 10 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം 4 കരിക്കാണ് കേട്ടോ എടുത്തത്. 4 കരിക്ക് വലിയ മൂപ്പില്ലാത്ത കരിക്കാണ് എടുത്തിട്ട്, എന്നിട്ട് അതിൻ്റെ വെള്ളം സെപ്പറേറ്റ് ചെയ്യും, കാമ്പ് സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. വെള്ളം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് 4 വെള്ളം എടുത്തിട്ട്, വെള്ളം അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു, അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ചൈന ഗ്രാസ്, കുതിർത്ത് വെച്ച ചൈന ഗ്രാസ് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അത് അലിഞ്ഞു പോകുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് നമ്മളൊരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ട്രേ നമ്മൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യണം ഫ്രിഡ്ജിൽ. അതിനുശേഷം നമ്മളിതുപോലെ ക്രിസ്റ്റൽ രൂപത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ജെല്ലി രൂപമായിട്ടുണ്ടാവും അത് നമ്മളിങ്ങനെ വരിഞ്ഞ് കട്ട് ചെയ്ത് വരുമ്പോൾ ഒരു ക്രിസ്റ്റൽ ഷേപ്പിൽ, അതായത് ജെല്ലി ഷേപ്പിൽ ഇങ്ങനെ ഒരു ബിളുബിളു ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. നമ്മൾ അതിലേക്ക് പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ, നമ്മുടെ ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലഷ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിപ്പോൾ അത്യാവശ്യമുണ്ട്, ഞാൻ 4 കരിക്ക് എടുത്തുകൊണ്ട് തന്നെ. അതുകൊണ്ട് എനിക്ക് ഒരു ടിന്നൊന്നും ആവശ്യമായിട്ട് വന്നില്ല കേട്ടോ കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ മിൽക്ക് മെയ്ഡ് അത് ആവശ്യമായിട്ട് വന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളതനുസരിച്ച് എല്ലാവർക്കും സെർവ് ചെയ്ത് വിളമ്പി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മസ്റ്റ് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറക്കണ്ട. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.